ടേണിംഗ് പോയിന്റ് വന്നത് എൻ്റെ ഒരു ഫ്രണ്ട് ഇങ്ങനെ ഒരു സി കേരളത്തിൽ ഓഡിഷൻ വന്നെന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ചു. ഞാൻ പറഞ്ഞു ഇല്ല, ഞാൻ പറഞ്ഞില്ല, കിട്ടിയാലും പോകാൻ പറ്റൂല, പൈസ അങ്ങനെയാണ് സീനാണെന്നൊക്കെ പറഞ്ഞു നിന്ന് അവൻ പോയി, അവൻ സെലക്ട് ആയി. അപ്പോൾ ഇവൻ ഓഡിഷൻ അറ്റൻഡ് ചെയ്തപ്പോൾ ഞാൻ പുറത്തുനിന്ന് ഓഡിയൻസ് ആയിട്ട് കണ്ടുകൊണ്ടിരുന്നു, എന്ന് വെച്ചാൽ ലൈവ് കണ്ടുകൊണ്ടിരുന്നു. എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മളൊരു ബ്രദറിനെ പോലെയാണ്. എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് പുള്ളി അതിൽ ലൈക്ക് സെലക്ട് ആയി ഓരോ റൗണ്ട് ചെയ്യാൻ നേരത്തും ഞാൻ അവിടെ ചെന്നിട്ട് കൈയടിക്കാൻ നിൽക്കും പുറത്ത്. ഞാൻ എല്ലാം ഇത് കാണാൻ പോകും, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം കാണാൻ പോയിക്കൊണ്ടിരുന്നപ്പോൾ അവിടെയുള്ള ചേട്ടന്മാർക്ക് അറിയാം, കൊറിയോഗ്രാഫേഴ്സിനൊക്കെ അറിയാം ഞാൻ ഡാൻസ് കളിക്കുന്നറിയാം. എൻ്റെ അടുത്ത് പറഞ്ഞു, നീ എന്തായാലും വന്ന് ഇത് കണ്ടുകൊണ്ടിരിക്കണ്, നിന്റെ കൂട്ടുകാരെ ഇവിടെ ഉള്ളതുകൊണ്ടല്ലേ, നീ ഒരു കാര്യം ചെയ്ത് ബാക്ക്ഗ്രൗണ്ട് കളി, നിനക്ക് പൈസയെങ്കിലും കിട്ടുമെന്നോ, എന്തായാലും നീ വരണമെന്നോ. ഞാൻ ശരി. അങ്ങനെ ആ റിയാലിറ്റി ഷോയിലുള്ള A to Z ആൾക്കാരുടെ ബാക്ക്ഗ്രൗണ്ട് ഞാൻ കളിച്ചു, എല്ലാവരോടും കളിച്ചു. എൻ്റെ ഫ്രണ്ടിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളിച്ചു, അവിടെ റംസാൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളിച്ചു, അങ്ങനെ മിക്കവരുടെയും ബാക്ക്ഗ്രൗണ്ട് കളിച്ചു. പിന്നെ ഒരു ഫാമിലി റൗണ്ട് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അപ്പോൾ ഇവൻ്റെ ലൈക്ക് നമ്മുടെ ഫ്രണ്ട്, എൻ്റെ ഒരു ബ്രദറിൻ്റെ ഫാമിലി റൗണ്ട് എത്തിയപ്പോൾ കൂടെ കളിക്കാൻ ആരുമില്ല, ഇങ്ങനെ പെർഫോം ചെയ്യാൻ ആരുമില്ല, ചെറുതായിട്ടെങ്കിലും ഡാൻസ് അറിയാന്നുള്ള ആരുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എന്നെ ഇങ്ങനെ വിളിച്ച് ചോദിച്ചു, എടാ നീ ഇങ്ങനെ ചെയ്യുമോ? ഞാൻ പറഞ്ഞു എനിക്ക് ഓക്കെ, എനിക്ക് പ്ലാറ്റ്ഫോമല്ലേ നമുക്ക് വലുത്, എനിക്ക് ഓക്കെ, പക്ഷേ ചാനൽ സമ്മതിക്കും. അപ്പോൾ ചാനലിൻ്റെ അടുത്ത് ചോദിച്ചപ്പോഴേ അവർ ഓക്കെ ഒക്കെ പറഞ്ഞ് അങ്ങനെ ഒരു പെയർ പെർഫോമൻസ് ആയിരുന്നു. ഫാമിലി റൗണ്ടിൽ പെയർ പെർഫോമൻസ്. അഖിൽ ദർശനും അശ്വിൻ ചേട്ടനാണ് കൊറിയോഗ്രഫി ചെയ്തത്. നല്ല രീതിയിൽ ഞാൻ പണിയെടുത്ത്. കാരണം എനിക്ക് ആദ്യമായിട്ട് കിട്ടണ ഓപ്പർച്യൂണിറ്റി, ഞാൻ കാരണം ഫ്രണ്ടിൻ്റെ മാർക്ക് കുറയാൻ പാടില്ല, എനിക്ക് അങ്ങനത്തെ കുറേ മൈൻഡായിരുന്നു. ഞാൻ കാരണം മാർക്ക് കുറയാൻ പാടില്ല, എന്നെ വിളിച്ചു, ഞാൻ കാരണം മാർക്ക് കുറയാൻ പാടില്ല. പിന്നെ ലാസ്റ്റ് ഇങ്ങനെ നമ്മളെ പെർഫോമൻസ് വന്നു, പെർഫോം ചെയ്തു. ഇങ്ങനെ ഭയങ്കര കയ്യടിയായി, ഫുൾ മാർക്ക് കിട്ടി. ഞാനിങ്ങനെ ഇരുന്ന് എനിക്ക് ഭയങ്കര സന്തോഷം, ഞാൻ കാരണം എൻ്റെ ഫ്രണ്ടിന് ഫുൾ മാർക്ക് കിട്ടി എന്നുള്ള മൈൻഡിൽ ഇങ്ങനെ. പ്രിയാമണി പറഞ്ഞ് ഇങ്ങനെ ജഡ്ജായിരുന്നു അപ്പോൾ അവിടെ. അപ്പോൾ എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞ് വൈൽഡ് കാർഡ് എൻട്രിയിൽ വിളിച്ചാൽ വരുമോ എന്നുള്ള രീതിയിൽ ചോദിച്ചു. ചാനലല്ലേ, റേറ്റിംഗ് കിട്ടാൻ പലതും പറയും. ഞാൻ മൈൻഡ് ചെയ്തില്ല, ശരി ഓക്കെ ഞാൻ വിട്ടവിടെ. കുറേ കഴിഞ്ഞപ്പോൾ കൊറിയോഗ്രാഫേഴ്സൊക്കെ വന്ന് എൻ്റെ അടുത്ത് സംസാരിച്ച്, ഇങ്ങനെയാണ് നീ ഇങ്ങനെ പെർഫോം ചെയ്യുമെന്ന് വിചാരിച്ചില്ല, ഭയങ്കരമായിട്ട് ചെയ്തു എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ. ലാസ്റ്റ് ആയപ്പോൾ ഒരു സ്ഥലത്ത് ഞാൻ പ്രാക്ടീസ് നിൽക്കണേ, എനിക്ക് കോൾ പറഞ്ഞു, ഇങ്ങനെ എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ പറയാണ്, ഇങ്ങനെ ഇന്ന റിയാലിറ്റി ഷോയിൽ നിന്നാണ് നീ സെലക്ട് ആയി വൈൽഡ് കാർഡിൽ. അപ്പം ഞാൻ വിചാരിച്ച് പറ്റിക്കാൻ പറയണേ, ചേച്ചി വച്ചിട്ട് പോയിച്ച് ഇത് ഞാൻ തമാശ അടിച്ചു. പിന്നെയാണ് അറിഞ്ഞത് സീരിയസ് ആയിട്ട് പറഞ്ഞതാണ്. ഞാൻ പറഞ്ഞു ഇങ്ങനെ ഇല്ല, വീട്ടിൽ സമ്മതിക്കില്ല, പൈസ തരുന്ന സീൻ. അപ്പോൾ അവർ പറഞ്ഞു പൈസ ഒന്നും വേണ്ട, നീ ഇവിടെ വന്ന് നിന്നാൽ മതി, ഫുഡ്, കൊറിയോഗ്രഫി, ട്രാവൽ എല്ലാം അവർ നോക്കിക്കോളാം, ഞാൻ നിന്നാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ